രമ്യയെ തുണിക്കടയിൽ വെച്ച് കണ്ട കാര്യം രമ്യയുടെ അമ്മയോട് പറയാനായി ഒരവസരം നോക്കി രവി ഇങ്ങനെ നടന്നു. ഏത് സമയവും സൗമ്യ കൂടെ തന്നെ ഉള്ളതിനാൽ അമ്മയോട് സംസാരിക്കാൻ അവസരം കിട്ടാറില്ല. കുറച്ച് ദിവസമായി കണ്ടെങ്കിലും ഇതുവരെ അവന് പറയാൻ സാധിച്ചില്ല. അങ്ങനെ സൗമ്യ കുളിക്കാൻ പോകുന്ന സമയം അവൻ തിരഞ്ഞെടുത്തു പറയാനായി. കുളിക്കാൻ അവൾക്ക് കുറച്ചധികം സമയം വേണം. ഈ സമയം തന്നെ പറ്റിയത്. അങ്ങനെ അവൾ കുളിക്കാൻ പോയ നേരത്തിന് രവി അമ്മയോട് പറഞ്ഞു, അമ്മേ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ അമ്മയോട് പറയാനുണ്ട്. അമ്മ ഒന്ന് ഹാളിലേക്ക് വരാമോ? അങ്ങനെ അമ്മ ഹാളിലേക്ക് വന്നു. അവൻ അമ്മയുടെ അടുത്തിരുന്നു. പിന്നെ കഴിഞ്ഞ ദിവസം ഞാനും സൗമ്യയും കൂടി തുണിക്കടയിൽ പോയത് അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ? ആ ഉണ്ടല്ലോ. എന്തു പറ്റി മോനെ? ഒരുപാട് കടകളിൽ കയറി ഇറങ്ങി. ഒരു ഡ്രസ്സും അത്രയ്ക്കങ്ങോട്ട് പിടിച്ചില്ല. അങ്ങനെ ഒരു കടയിലെത്തി. ആ കടയിലെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ മുകളിലത്തെ നിലയിലേക്ക് കുഞ്ഞിന് ഡ്രസ്സ് എടുക്കാനായി കയറി. മുകളിലത്തെ നിലയിൽ ഒരാളെ ഞാൻ കണ്ടു. അവർക്ക് ആരെയാണെന്ന് പിടികിട്ടിയില്ല. അമ്മയ്ക്ക് ഊഹിക്കാൻ പറ്റുമോ ആരാണെന്ന്? ആരെയാ മോനെ കണ്ടത്? മോനെ ആരാണെന്ന് പറ. അത് അമ്മയുടെ മകളെ തന്നെ. അമ്മയുടെ കണ്ണുകൾ തള്ളി വരുന്നത് അവൻ കണ്ടു. ആരെ? രമ്യയെ? പിന്നല്ലാതെ അമ്മയുടെ മകളല്ലേ രമ്യ. രമ്യ തുണിക്കടയിൽ നിൽക്കുന്നോ? അവൾ നിന്നെ കണ്ടോ? അവൾ എന്നെ കണ്ടില്ല. കണ്ടേനെയായിരുന്നു. ഞാൻ എന്തായാലും മറഞ്ഞു നിന്ന് കുറച്ചു നേരം അവളെ നിരീക്ഷിച്ചു. ആള് നന്നായി മോശപ്പെട്ടു പോയി കേട്ടോ. ആ പഴയ സൗന്ദര്യവും കുട്ടിത്വവും കളിയും ചിരിയും ഒന്നും ഇല്ല. ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മെച്യൂർഡായ ഒരു പെൺകുട്ടി. അതായത് നല്ല പക്വത തോന്നിക്കുന്നുണ്ട് അവളുടെ മുഖത്തും. അവളുടെ ശാരീരികമായിട്ടുള്ള ഇതുപോലും മാറിയിട്ടുണ്ട്. നല്ല രീതിയിൽ പക്വത മൊത്തത്തിൽ വന്നിട്ടുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. നമ്മൾ കണ്ട ആ രമ്യയെ അല്ല, അവൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നു കേട്ടോ. അവൾ ആൾക്കാരോട് സംസാരിക്കുന്ന രീതിയും അതെല്ലാം കാണുമ്പോൾ അറിയാം നല്ല രീതിയിൽ പക്വത വന്നിട്ടുണ്ടെന്ന്. പണ്ട് കുട്ടിക്കളി കളിച്ച് നടന്ന പെണ്ണല്ലേ, ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട്. ഞാൻ കുറച്ചു നേരം അവളെ നിരീക്ഷിച്ചു. സൗമ്യ അവൾ അടുത്തേക്ക് ഡ്രസ്സിൻ്റെ കാര്യം ചോദിക്കാനായിട്ട് പോയത് ഞാൻ അവിടുന്ന് സ്ഥലം വിട്ടു അങ്ങ് താഴത്തെ നിലയിലേക്ക് പോയി. പിന്നെ സൗമ്യ പറഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. സൗമ്യ പേരൊക്കെ ചോദിച്ചെന്ന് പറയുന്നു. പിന്നെ മോൻ്റെ ഡ്രസ്സ് സെലക്ട് ചെയ്തത് പോലും രമ്യയാണെന്ന് പറയുന്നു. അമ്മയ്ക്ക് എന്തോ വല്ലാത്ത നീറ്റൽ തോന്നി മനസ്സിൽ. ഇതുവരെയും അവളെക്കുറിച്ച് ഓർക്കാറില്ലായിരുന്നു. കാര്യം അവൾ നമ്മളെല്ലാം ഉപേക്ഷിച്ച് സ്വന്തം ജീവിതം തിരഞ്ഞെടുത്ത് പോയതാണ്. പക്ഷേ ഇപ്പോൾ കാലങ്ങൾക്കിപ്പുറം വെച്ച് രവി വീണ്ടും അവളെ കണ്ടെന്നറിഞ്ഞപ്പോൾ അമ്മയുടെ നെഞ്ചിൽ ഒരു നീറ്റൽ അനുഭവപ്പെട്ടു. എന്തെന്നില്ലാത്ത സങ്കടവും അമ്മയ്ക്ക് തോന്നി. എന്ത് പരീക്ഷണമാണ് ദൈവമേ. ആ ഒരു ഭാഗം താൻ മറക്കാൻ ശ്രമിക്കുകയാണ്. അവളെ ഇഷ്ടമില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല. അവൾ അവളുടെ ജീവിതം തിരഞ്ഞെടുത്ത് പോയപ്പോൾ അവളെ എന്നേക്കുമായി മനസ്സിൽ നിന്ന് പടിയിറക്കിയതാണ്. വീണ്ടും അവളെ കൊണ്ടുവന്ന് രവിയുടെ കണ്ണിൽ കാണിച്ചല്ലോ നീ. എന്ത് വിധിയാണിത്. അമ്മ ദൈവത്തോട് കരഞ്ഞപേക്ഷിച്ചു. ഇനിയിപ്പോൾ അവൻ്റെ മനസ്സിൽ ഇനി അവളുടെ രൂപം കാണുമല്ലോ. എന്നാലും അവൾക്ക് ജോലിക്കൊക്കെ പോയി ജീവിക്കേണ്ട ഗതികേട് വന്നോ? ഏതെങ്കിലും നല്ല പൊസിഷനിൽ എത്തേണ്ട കുട്ടിയായിരുന്നു. സ്വന്തമായിട്ട് വരുത്തി വെച്ചതല്ലേ, അനുഭവിക്കട്ടെ. അമ്മ സ്വയം വിലപിച്ചു. ഇനി എൻ്റെ മനസ്സിൽ നിന്നും കുറച്ച് നാളത്തേക്ക് ഇത് മാറത്തില്ലല്ലോ. അവർ ഇത് തന്നെ ആലോചിച്ചുകൊണ്ടിരുന്നു. അവർ രവിയോട് ചോദിച്ചു, നിന്നെ കാണാഞ്ഞത് എന്തായാലും നന്നായി. ഒരുപക്ഷെ കണ്ടിരുന്നെങ്കിൽ അവൾ എന്തെങ്കിലും പറയാനോ മിണ്ടാനോ വന്ന് നീ സൗമ്യ കണ്ടാൽ പിന്നെ അത് മതിയായിരുന്നു. സൗമ്യയ്ക്കും അറിയാതിരുന്നത് നന്നായി അമ്മേ. സൗമ്യയ്ക്ക് അവളെ അറിയില്ലല്ലോ, ഫോട്ടോയിൽ പോലും കണ്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് നല്ലതായെന്ന് വേണം പറയാൻ, അല്ലെങ്കിൽ പിന്നെ അടുത്ത വിഷയമായേനെയായിരുന്നു. രവി പറഞ്ഞു. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. എവിടെയാണ് തുണിക്കട? അവൻ സ്ഥലവും പേരും കാര്യങ്ങളും എല്ലാം പറഞ്ഞു കൊടുത്തു. ഇനി അവിടേക്ക് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ്. ഓണത്തിന് ഡ്രസ്സ് എടുക്കാനും ഒക്കെ. പോന്നെങ്കിൽ പോകട്ടെ. സൗമ്യയ്ക്ക് മറ്റവളെ അറിയില്ലല്ലോ. പിന്നെ നിനക്കെന്താ പ്രശ്നം? ഞാനും കൂടെ പോകത്തില്ലേ അമ്മ? അവൾ എൻ്റെ കണ്ണിലെങ്ങാനും വന്ന് നീ അത് കാണാത്ത രീതിയിൽ സൂക്ഷിച്ചങ്ങ് നിന്നാൽ മതി. അതൊന്നും ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട. അങ്ങനെയൊക്കെ ഓർത്ത് ടെൻഷൻ അടിക്കാൻ നിന്നാൽ അതിനല്ലേ നേരം കാണത്തുള്ളൂ. അമ്മ അവനെ ആശ്വസിപ്പിച്ചു. അമ്മ വരുന്നുണ്ടോ ഇനി അഥവാ തുണി എടുക്കാൻ പോകുമ്പോൾ? ഞാൻ വരുന്നില്ല മോനെ, എനിക്ക് കാണാനുള്ള ശക്തിയില്ല, അമ്മ പറഞ്ഞു. അമ്മ വന്ന് ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് ദൂരെ നിന്ന് അവളെ കാണണമെങ്കിൽ കണ്ടൂടെ? ഇത്രയും നാളും അമ്മ കണ്ടിട്ടില്ലല്ലോ. എനിക്ക് കാണാൻ ആഗ്രഹമില്ല. അവളവളെ സ്വന്തം ഇഷ്ടപ്രകാരം തിരഞ്ഞെടുത്ത ജീവിതം കൊണ്ട് പോയതല്ലേ. പിന്നെ ഞാനെന്തിനാടാ കാണുന്നത്? എനിക്ക് നിൻ്റെ കണക്ക് അവളെ കാണുമ്പോൾ സെൻറ്റിമെൻറ്റ്സോ വിഷമോ ഒന്നും വരത്തില്ല. അമ്മ സ്വയം മനസ്സിന് ധൈര്യം കൊടുത്ത് സംസാരിച്ചു. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അമ്മയ്ക്കൊരു വിങ്ങലുണ്ടായിരുന്നു. അത് പുറമേ കാണിച്ചില്ല. അത് പുറമേ കാണിച്ചാൽ രവിയെ അത് ബാധിക്കുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അങ്ങനെ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും രമ്യയെക്കുറിച്ച് സംസാരിച്ചു.
എന്തോ ഒരു വിഷമം രവി അലട്ടുന്നുണ്ട് എന്ന് അമ്മയ്ക്ക് തോന്നി. അവനെ അതിൽ നിന്നും മോചിപ്പിക്കണം. അവനത് ഓർത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവൻ്റെ ജീവിതം പോവും. കുറേ നാൾ അവൻ അവൾക്ക് വേണ്ടിയിട്ട് കണ്ണീര് കുടിച്ചതാണ്. ഇനി അത് ഉണ്ടാകാൻ പാടില്ല. അമ്മ ഉറപ്പിച്ചു. മക്കൾ ധൈര്യമായിട്ടിരി, എന്തിനാ ഇങ്ങനെ ആവശ്യമില്ല. നമ്മളെ ഉപേക്ഷിച്ച് പോയവരെ കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട കാര്യം എന്തുവാ? ഉപേക്ഷിച്ച് പോയവർ പോയി, പിന്നെ നീ എന്തിനാ അതേക്കുറിച്ച് ആലോചിക്കുന്നേ? അവളെ കണ്ടത് അത് അവൾ ആ ഒരു മോനെ കളഞ്ഞിട്ട് പോയിട്ട് അവൾ ആ ഒരു അവസ്ഥയിൽ എത്തിയില്ലേ, അത് ദൈവം കാണിച്ചു തന്നത്. അത്രയും കരുതിയാൽ മതി. മോനെ സ്നേഹിക്കുന്ന ഒരു ഭാര്യ ഇപ്പം മോൻ്റെ കൂടെ ഇല്ലേ? അവളെ കൂടുതൽ കൂടുതൽ സ്നേഹിച്ച് മക്കൾ മുന്നോട്ട് ജീവിതം കൊണ്ടുപോകാൻ നോക്കുക. നമ്മളെ ഉപേക്ഷിച്ച് പോയവരെ കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കേണ്ട. അമ്മയ്ക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ കഴിയുന്നു എന്ന് രവി ചിന്തിച്ചു. എത്രയായാലും അമ്മ പ്രസവിച്ച മകളല്ലേ. മക്കൾ എന്ത് തെറ്റ് ചെയ്താലും അമ്മമാർ ഓർക്കേണ്ടതാണ്. പക്ഷേ ഈ അമ്മ എത്രത്തോളം തന്നെ സ്നേഹിക്കുന്നത് കൊണ്ടായിരിക്കും അവൾ ആ ചെയ്ത തെറ്റിനെ അമ്മയ്ക്ക് മാപ്പ് കൊടുക്കാൻ കഴിയാത്തതെന്ന് അവന് മനസ്സിലായി. പോകട്ടെ, എല്ലാം വിധിയാണ്. അവൻ പഴയ കാര്യങ്ങൾ ചിന്തിക്കുന്നത് തൽക്കാലത്തേക്ക് നിർത്താൻ തീരുമാനിച്ചു. കാരണം പഴയ കാര്യങ്ങൾ ചിന്തിച്ചാൽ താൻ പഴയ ഒരു ജീവിതത്തിലേക്ക് പോകും. പഴയ നഷ്ടങ്ങളൊന്നും ഇനി ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. അതെല്ലാം ഒരു കഴിഞ്ഞുപോയ ചാപ്റ്റർ മാത്രമാണ്. ഞാനിനി അതേക്കുറിച്ച് ഓർത്തുകൊണ്ടിരുന്നാൽ ഇപ്പോഴത്തെ എൻ്റെ ജീവിതത്തെ അത് ബാധിക്കും. പിന്നെ പെട്ടെന്ന് കണ്ടപ്പോൾ എന്തൊക്കെയോ ചിന്തകൾ കയറി വന്നു, അത്രയേ ഉള്ളൂ. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിന്നപ്പോൾ സൗമ്യ കുളി കഴിഞ്ഞ് വെളിയിലേക്ക് വന്നു. എന്താ അമ്മയും മോനും കൂടെ ഒരു സംസാരം? അവൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഒന്നുമില്ല മക്കളെ, ഓരോ കാര്യങ്ങൾ പറഞ്ഞ ഞങ്ങളുടെ ബന്ധത്തിലുള്ള ഒരു കൊച്ചിൻ്റെ കാര്യം പറഞ്ഞതാ. അവൾക്ക് അവരുടെ ബന്ധുക്കളെ പറ്റിയൊന്നും അറിയാത്തതുകൊണ്ട് അവൾ കൂടുതലൊന്നും ചോദിച്ചില്ല. അമ്മേ, കഴിക്കാൻ എന്തോ ഉണ്ട്? മോൾക്ക് ഇഷ്ടമുള്ള മീൻകറി വെച്ചിട്ടുണ്ട്, അമ്മ പറഞ്ഞു. മോൾക്ക് ചൂരക്കറി ഭയങ്കര ഇഷ്ടമല്ലേ, അമ്മ അത് വെച്ചിട്ടുണ്ട്. മോള് ചോറിട്ട് കഴിക്കൂ, സൗമ്യയോട് അമ്മ പറഞ്ഞു. സൗമ്യയ്ക്ക് നന്നായി വിശക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൾ ചോറിട്ട് കഴിക്കാനായി അടുക്കളയിലേക്ക് പോയി. അടുക്കളയിൽ തന്നെയാണ് ഡൈനിങ് ടേബിളും ഉള്ളത്. ഹാളിലുമുണ്ട്, അടുക്കളയിലുമുണ്ട്. അവൾ കൂടുതലും അടുക്കളയിൽ ഇരുന്ന് തന്നെയാണ് കഴിക്കാറ്. അങ്ങനെ അവൾ അടുക്കളയിലേക്ക് പോയതും രവി പറഞ്ഞു, അവൾക്ക് വല്ല സംശയവും തോന്നിയോ എന്തോ. ഞാനാണെങ്കിൽ എൻ്റെ മുഖം വല്ലാതായപ്പോൾ അവൾ ചോദിച്ചു എന്ത് പറ്റിയെന്ന്. ഞാൻ പിന്നെ പറഞ്ഞു എനിക്ക് വയ്യ എന്ന്. നീ ഒരിക്കലും അവളെ മുമ്പിലൊന്നും അങ്ങനെ കാണിക്കല്ലേ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ എത്രത്തോളം നിന്നെ സ്നേഹിക്കുന്നുണ്ട്. രമ്യയുടെ കണക്കുള്ള ഒരു പെണ്ണേ അല്ല അവൾ. മറ്റവൾ നിന്നെ കളഞ്ഞിട്ട് പോയത്, രമ്യ നിന്നെ കളഞ്ഞിട്ട് പോയതല്ലേ. സൗമ്യ പക്ഷേ അങ്ങനെയല്ലല്ലോ. അവൾ നിന്നെ അത്രത്തോളം സ്നേഹിച്ച് കൂടെ നിൽക്കുന്ന പെൺകുട്ടിയാണ്. അതുകൊണ്ട് നമ്മൾ പഴയ കാര്യങ്ങളൊന്നും അവരുടെ മുന്നിലൊന്നും അവതരിപ്പിക്കാനോ അല്ലെങ്കിൽ അവരുടെ മുന്നിൽ ആ വിഷമം കാണിക്കാനോ ഒന്നും പാടില്ല. രമ്യയെക്കുറിച്ച് ഒരിക്കലും നീ സൗമ്യയോട് പറയാൻ പോലും പാടില്ല. ഇല്ലമ്മേ, ഞാൻ പറയുമോ? ഇനി പോകുമ്പോൾ കൊച്ചുങ്ങളെയും കൊണ്ട് അങ്ങനെ പോകണമെന്ന് സൗമ്യ പറയുമെന്നാണ്. അതാണ് എൻ്റെ ഒരു പേടി. അത് നമുക്ക് അന്നേരം എന്തെങ്കിലും ചെയ്യാം. നീ ധൈര്യമായിട്ടിരിക്കേ. മോൻ പോയി എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കുക. അവൾക്ക് വിശക്കുന്നതുകൊണ്ടായിരിക്കും അവളിട്ട് കഴിക്കാൻ പോയത്. അങ്ങനെ രവിയും അടുക്കളയിലേക്ക് ചെന്നു. നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്നതുകൊണ്ടാണ് പിന്നെ ഞാൻ രവിയേട്ടനെ കഴിക്കാൻ വിളിക്കാഞ്ഞത്. എനിക്കാണെങ്കിൽ നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. രവിയേട്ടന് ഞാൻ വിളമ്പി അടച്ചു വെച്ചിട്ടാണ് കഴിക്കാനിരുന്നത്. തൊട്ടടുത്ത് തന്നെ പാത്രം അടച്ചു വെച്ചിരിക്കുന്ന അവൻ കണ്ടു. അങ്ങനെ മൂടി മാറ്റിയിട്ട് അവനും ആഹാരം കഴിക്കാനിരുന്നു. എന്തുവാ രണ്ടുപേരും കൂടി ഒരു കുശലാന്വേഷണം? ബന്ധുക്കളുടെ കാര്യം തന്നെയാണോ പറഞ്ഞത്, അതോ എൻ്റെ വല്ല കുറ്റവുമാണോ? അവൾ ചിരിച്ചുകൊണ്ട് വീണ്ടും ചോദിച്ചു. നിനക്ക് എന്താടി? അമ്മ നിന്നെ എങ്ങനെയാണ് സ്നേഹിക്കുന്നതെന്ന് നിനക്കറിയില്ലേ? അമ്മ എൻ്റെ കുറ്റം പറഞ്ഞാലും നിൻ്റെ കുറ്റം പറയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നിന്നെ എപ്പോഴും സ്നേഹിക്കണം ഈ ഒരു വാചകം മാത്രമേ അമ്മയ്ക്ക് പറയാനുള്ളൂ. വാ തുറന്നാൽ അമ്മ അത് മാത്രമേ പറയാറുള്ളൂ. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതാണെൻ്റെ അമ്മ. സൗമ്യ അമ്മയെ പൊക്കി പറഞ്ഞു. എനിക്ക് വന്നപ്പോൾ ആദ്യമൊന്നും അമ്മയെ ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അമ്മയെ എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്മയെ അമ്മ അത്രത്തോളം നമ്മളെയൊക്കെ സ്നേഹിക്കുന്നുണ്ട് സൗമ്യയെ. കാര്യം എന്ന് വെച്ചാൽ പലപ്പോഴും അമ്മയുടെ ആ ഒരു രീതി നീ കണ്ടിട്ടില്ലേ? നമ്മളെ കൂടെ പോലും അമ്മ വരാൻ തയ്യാറാവാത്ത, നമുക്കൊരു പ്രൈവസി കിട്ടട്ടെ എന്ന് വിചാരിച്ചാണ്. അമ്മ അത്രത്തോളം നല്ല ഒരമ്മയാണ്. അങ്ങനെ രണ്ടുപേരും അമ്മയെപ്പറ്റി നല്ലത് മാത്രം സംസാരിച്ച് ആഹാരമൊക്കെ കഴിച്ചിട്ട് എഴുന്നേറ്റപ്പോൾ അമ്മ ടി വിയുടെ മുമ്പിൽ ഇരിക്കുകയാണ്. കുട്ടികൾ രണ്ടുപേരും അകത്തെ റൂമിൽ കളിക്കുന്നുണ്ട്. അപ്പോൾ അവരെ ജസ്റ്റ് ഒന്ന് നോക്കി. അവരൊക്കെ നേരത്തെ ആഹാരം കഴിച്ചു. അവർക്കൊക്കെ അമ്മ ആഹാരം കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും നോക്കിയിട്ട് രവി പറഞ്ഞു, നമുക്ക് പോയി കിടന്നാലോ? സൗമ്യ പറഞ്ഞു, എന്തു പറ്റി നേരത്തെ കിടക്കാൻ? എന്തോ ഒരു തലവേദന പോലെ. അങ്ങനെ സൗമ്യയും രവിയും കൂടി കിടക്കാനായി അകത്തേക്ക് പോയി. കിടക്കുന്നതിൻ്റെ ഇടയ്ക്ക് കുറച്ച് നേരം സൗമ്യ റീൽസൊക്കെ കണ്ടു. അടക്കമില്ലാത്തൊരു കാര്യമാണ്. കുറച്ച് നേരം ഫോണിൽ കുത്തിയില്ലെങ്കിൽ അവൾക്ക് എന്തോ പോലെയാണ്.
അങ്ങനെ രവി പറഞ്ഞു നമുക്ക് കിടക്കാം. അങ്ങനെ അവൾ മനസ്സോടെ ഫോൺ വെച്ചു. അതിനുശേഷം രണ്ടുപേരും കിടന്നു. അങ്ങനെ ആ ദിവസം കടന്നുപോയി. അപ്പോൾ ഈ സ്റ്റോറി ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ നിങ്ങൾ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. ബെൽ ബട്ടൺ അമർത്തിയെങ്കിൽ മാത്രമേ ഞാനിടുന്ന സ്റ്റോറീസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഭാഗമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.